എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വിഷു ആഘോഷങ്ങൾക്ക് ശേഷം എല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ കോഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഫൈറ്റാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വലിയ രീതിയിൽ ഫ്ലെയറപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെയും അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റുകളെയും ഒക്കെ ഇമ്പാക്റ്റ് ചെയ്യും. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ജനറലി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പീക്ക് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയും സെൻസസൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് വെള്ളിയാഴ്ച ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും വെള്ളിയാഴ്ച നെഗറ്റീവ് ടെറിട്ടറിയിലാണ് മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ Q1 ബാങ്കിങ് റിസൾട്ടുകൾ വെള്ളിയാഴ്ച അനൗൺസ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JP മോർഗൻ, വെൽസ് ഫാർഗോ, അതുപോലെ തന്നെ സിറ്റി ഗ്രൂപ്പൊക്കെയാണ് വെള്ളിയാഴ്ച റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നത്. JP മോർഗൻ്റെയും വെൽസ് ഫാർഗോയുടെ റിസൾട്ട് ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നെഗറ്റീവ് റിയാക്ഷനാണ് കാഴ്ചവെച്ചത്. സിറ്റി ഗ്രൂപ്പ് അബോവ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പക്ഷേ പൊതുവെ ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കൻ ബാങ്കിങ് സെക്ടർ സ്റ്റോക്കുകളെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ സെൻറ്റിമെൻറ്റിനെയും ബാധിച്ചിട്ടുണ്ട്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഫ്ലെയറപ്പ് ചെയ്യുന്നതും വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 17.31 അതിന് തലേ ദിവസം അത് 14.91 ആയിരുന്നു. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും വലിയ വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ഇനി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വലിയ രീതിയിൽ ഫയറപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി വീണ്ടും അമേരിക്കൻ മാർക്കറ്റിൽ കാണാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളും കഴിഞ്ഞ വെള്ളിയാഴ്ച വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മളും വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് $2360.2 പെർ ഔൺസിന് ക്ലോസ് ചെയ്തത്. അതിന് മുമ്പ് ജൂൺ ഫ്യൂച്ചേഴ്സ് $2448.8 പെർ ഔൺസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സ്പോട്ട് അതേപോലെ തന്നെ $2431.9 പെർ ഔൺസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ട് $2345 പെർ ഔൺസിനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഫ്ലെയറപ്പിയാണ് വീണ്ടും ഗോൾഡ് മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ $90.15 പെർ ബാരലിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോപ്പർ കഴിഞ്ഞ ആഴ്ചയിൽ 22 മാസത്തെ ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിയിരുന്നു. $9590.5 പെർ ടണ്ണിനാണ് വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്ത 22 മന്ത് ഹൈ. പക്ഷേ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ $9450 പെർ ടണ്ണിനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കോപ്പറിൻ്റെ കാര്യത്തിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോപ്പർ ഇൻഡസ്ട്രിയൽ റിക്കവറി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യപ്പെടുന്ന കമോഡിറ്റി കോപ്പറാണ്. അത് കഴിഞ്ഞാൽ അലുമിനിയം, സിങ്കൊക്കെയാണ്. അപ്പോൾ കോപ്പറാണ് പൊതുവെ എല്ലാ എക്കണോമിക് റിക്കവറികളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കമോഡിറ്റി. ആ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ നിന്നും ഗ്ലോബൽ എക്കണോമികളുടെ റിക്കവറിയിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൈനീസ് റിക്കവറി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു വർഷമായിട്ട് ചൈനീസ് മാർക്കറ്റ് വളരെ നെഗറ്റീവായിരുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസൊക്കെ വളരെ നെഗറ്റീവായിരുന്നു. ചൈനീസ് ഡാറ്റയും സൂചിപ്പിക്കുന്ന റിക്കവറിയാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും കൺട്രികളൊക്കെ റിസഷനിലായിരുന്നു. യൂറോപ്പിലും മാനുഫാക്ചറിങ് ആക്ടിവിറ്റി റിക്കവർ ചെയ്തിരിക്കുന്നു. അമേരിക്കയിലും മാനുഫാക്ചറിങ് ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ പൊതുവേ ഒരു എക്കണോമിക് റിക്കവറി വരുമ്പോൾ, ഇൻഡസ്ട്രിയൽ റിക്കവറി വരുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കമോഡിറ്റി കോപ്പറാണ്. അപ്പോൾ കോപ്പർ വീണ്ടും വലിയ രീതിയിൽ മുന്നേറും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. 2050 ആകുമ്പോഴേക്കും ഇപ്പോഴത്തെ കോപ്പർ കൺസംഷൻ്റെ 2-2.5 ടൈംസും കൂടി കൺസംഷൻ കൂടുമെന്നുള്ള റിപ്പോർട്ടാണ്. കോപ്പർ ഇതിന് മുമ്പ് ഹിറ്റ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹൈ $17,730 പെർ ടണ്ണാണ്. അപ്പോൾ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ 50% കോപ്പറിൻ്റെ പ്രൈസിൽ വർധനവും ഉണ്ടാവുന്നുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ $15,000 പെർ ടൺ വരെയൊക്കെ 2026
കൂടി കോപ്പറിൻ്റെ പ്രൈസ് എത്തും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ വലിയ രീതിയിൽ കോപ്പറിൽ ബൈങ് നടക്കുന്നത്. തീർച്ചയായിട്ടും കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, കോപ്പർ മൈനിങ് നടത്തുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്ത്യയിലെ മേജർ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ PSU കമ്പനിയായ ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. നമ്മുടെ ഒരു റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. റെക്കമെൻഡേഷന് ശേഷം 200% റിട്ടേൺ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ അടുത്ത വർഷങ്ങളിലും ഹിന്ദുസ്ഥാൻ കോപ്പർ നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കാരണം കപ്പാസിറ്റി എക്സ്പാൻഷനും പുതിയ മൈൻസൊക്കെ തേടി പോവാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഒപ്പം തന്നെ ഹിൻഡാൽക്കോ ഉണ്ട്, ഖനീജ് വിദേശ് നിഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി JV ഉണ്ട്. ആ JV ഓവർസീസ് അസറ്റുകളൊക്കെ അക്വയർ ചെയ്യാണ്. അപ്പോൾ ഈ റിലേറ്റഡ് ന്യൂസുകളെല്ലാം തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ നാൽക്കോ, നാഷണൽ അലുമിനിയം കമ്പനീനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക്, അതുപോലെ തന്നെ വേദാന്ത, ഹിൻഡാൽക്കോ ഒക്കെ ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റിൽ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. പക്ഷേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വരുമ്പോൾ ഒരു പക്ഷേ ഈ സ്റ്റോക്കുകളൊക്കെ താഴെ വന്നേക്കാം. പക്ഷേ എന്നിരുന്നാലും റിക്കവറി സ്റ്റേജിൽ ഏറ്റവും മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള കമോഡിറ്റി സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ. ഇനി നമ്മൾ ജനറേറ്റീവ് AI രംഗത്ത് നോക്കുകയാണെങ്കിൽ വലിയ റവല്യൂഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനറേറ്റീവ് AI പുതിയ ടൂളുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. മെറ്റയുടെ ലാമ 3, അതുപോലെ തന്നെ ഓപ്പൺ ഐയുടെ ചാറ്റ് GPT 5 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ റീസണിങ്, പ്ലാനിങ്, മെമ്മറി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചിന്തിക്കേണ്ടതിന് പകരം മെഷീൻ ചിന്തിച്ചു തുടങ്ങാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജനറേറ്റീവ് AI ഉപയോഗിച്ചിട്ടുള്ള ടൂളുകൾ വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടാം, ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി കൂടാം. പക്ഷെ നമ്മുടെ മൈൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയാനാണ് ചാൻസസ് കൂടുതൽ. പക്ഷേ എന്നിരുന്നാലും ഈ ഇന്നോവേഷൻ ഗ്ലോബൽ ടെക്നോളജി രംഗത്ത് വലിയ റവല്യൂഷൻ ഉണ്ടാക്കും. നമ്മുടെ ലൈഫിലും വലിയ റവല്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഡിസ്റപ്ഷൻ ഉണ്ടാവാം, ഇന്നോവേഷൻസ് ഉണ്ടാവാം, പുതിയ ജോബുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ജനറേറ്റീവ് AI രംഗത്തുള്ള നമ്മുടെ എല്ലാ ടെക്നോളജി റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ് ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ. ഒപ്പം നമ്മുടെ ടെക് റിസൾട്ട്, TCSൻ്റെ റിസൾട്ട് വെള്ളിയാഴ്ച വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. മാർജിൻ ഫ്രണ്ടിലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പെക്റ്റേഷനും മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ TCSൻ്റെ റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മറ്റു ടെക്നോളജി റിസൾട്ടുകളും ബെറ്റർ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇൻഫോസിസ്, HCL ടെക്, വിപ്രോ, അതുപോലെ തന്നെ സൈൻഡ് ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ ലോവർ ലെവലിൽ നിന്ന് വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ അയൺ ഓറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയൺ ഓറിൻ്റെ പ്രൈസ് കറണ്ട് ലെവലിൽ നിന്ന് 20-25% മുന്നേറുന്നതാണ് പറയുന്നത്. ചൈനയുടെ റിക്കവറിയാണ് ഇതിന് മേജറായിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ്. അപ്പോൾ NMDC ആണ് നമ്മുടെ അവിടെ ഏറ്റവും മേജർ ബെനിഫിഷ്യറി. അപ്പോൾ NMDCയും ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മുടെ വോഡാഫോൺ ഐഡിയയുടെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ വരെയാണ്. ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂവിൽ GQG പാർട്ട്നേഴ്സും SBI മ്യൂച്വൽ ഫണ്ടും കൂടി $800 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഐഡിയനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 5G എൻട്രിക്ക് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുന്ന തിരക്കിലാണ്. അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ വോഡാഫോൺ ഐഡിയനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. GQG ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു നിക്ഷേപകനാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ വോഡാഫോൺ ഐഡിയ കുറേശ്ശെ മുന്നേറാനായിട്ട് ഉള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നിട്ടുണ്ട്. അവർ ഊന്നൽ നൽകിയിട്ടുള്ളത് റെയിൽവേ സെക്ടറിനും റൂഫ് ടോപ്പ് സോളാറിനും അതുപോലെ തന്നെ ജോബ് ക്രിയേഷനും ഒപ്പം പെട്രോൾ ഡീസലിൻ്റെ ഒക്കെ പ്രൈസൊക്കെ കുറയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ GSTയിലേക്ക് വന്നേക്കാം, GSTയുടെ അണ്ടറിൽ വന്നേക്കാം പെട്രോളും ഡീസലൊക്കെ. പക്ഷേ ഇൻഫ്രാ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്ത പോലെ റെയിൽവേ സ്റ്റോക്കുകൾക്കും റൂഫ് ടോപ്പ് സോളാർ രംഗത്തും വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാവുന്ന സജഷൻസും പ്രഖ്യാപനങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ ഇവർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ സോളാർ റിലേറ്റഡ് സ്റ്റോക്കുകൾക്കും റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾക്കൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ. എന്നിരുന്നാലും ഈ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകൾക്കൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. റെയിൽവേ റിലേറ്റഡ് രംഗത്തുള്ള സ്റ്റോക്കുകൾ
സ്റ്റോക്കുകൾക്കൊക്കെ ഈ ന്യൂസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ്, റൂഫ് ടോപ്പ് സോളാർ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാവുന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നതൊന്ന് വാരി റിന്യൂവബിൾ എനർജി ടെക്നോളജീസ് ഉണ്ട്, വാരി ടെക്നോളജീസ് ഉണ്ട്, ജെൻസോൾ എഞ്ചിനീയറിംഗ് ഉണ്ട്, ടാറ്റ പവർ ഉണ്ട്, KPI ഗ്രീൻ ഉണ്ട്, അൽപെക് സോളാർ SME ലിസ്റ്റഡ് ആണ്, NSE SME ലിസ്റ്റഡ് ആണ്. അൽപെക് സോളാർ നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്, പക്ഷേ കറണ്ട് ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് അൽപെക്സ്. അതുപോലെ തന്നെ KP ഗ്രൂപ്പിൻ്റെ KP എനർജി ലിമിറ്റഡ് ഈ റാലിയിലൊന്നും വലിയ രീതിയിൽ പങ്കെടുത്തിട്ടില്ല. KP എനർജി ലിമിറ്റഡ് 356 355 റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് KP ഗ്രൂപ്പിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള KP ഗ്രീൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഇത് BSE SMEയിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 434 രൂപ റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ റിക്കവറി നമ്മൾ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങൾ വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ ഏറ്റവും മുമ്പ് റിക്കവർ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളൊക്കെയാണ് ഈ സ്റ്റോക്കുകൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊന്ന് കണ്ണുവെക്കുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് റിക്കവറി വരുമ്പോൾ ഏറ്റവും മുമ്പ് റിക്കവർ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് PSU കമ്പനിയാണ്. AI ടൂളുകൾ യൂസ് ചെയ്യാൻ പോവാണ്. അവരുടെ മാനുഫാക്ചറിങ്സ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ മാർച്ച് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ഒന്ന് TCSലും അതുപോലെ തന്നെ ITCയിലും HDFC ബാങ്കിലും കോട്ടക് മഹീന്ദ്ര ബാങ്കിലൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് TCSൻ്റെ റിസൾട്ട് Q4 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാവുന്ന ന്യൂസുകളാണ് ഈ ന്യൂസുകളെല്ലാം തന്നെ. ഒപ്പം നമ്മൾ ഇതുവരെയുള്ള Q4 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുമ്പോൾ TCS ബെറ്റർ റിസൾട്ട് കാഴ്ച വെച്ചിട്ടുണ്ട്. ഇനി ഈ ആഴ്ച വരാൻ പോകുന്നത് HDFC ബാങ്ക് ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, വിപ്രോ ഉണ്ട്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം പ്രമുഖ കമ്പനികളുടെ റിസൾട്ടുകളും ഈ ആഴ്ച അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുന്ന വോളാറ്റിലിറ്റിക്ക് താഴെ പോകുമ്പോൾ റിസൾട്ട് നല്ല സ്റ്റോക്കുകൾ റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം വളരെ സൂക്ഷ്മമായിട്ട് ഗൈഡൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. നമ്മുടെ റിസർച്ച് ടീം ഈ റിസൾട്ടിന് ശേഷം നമ്മുടെ റെക്കമെൻഡേഷൻസ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് തരുന്നതായിരിക്കും. ഇനി നമ്മൾ ഓവറോൾ നമ്മുടെ പ്രീവിയസ് റെക്കമെൻഡേഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഒന്ന് അഡാനി പവറാണ്, അതുപോലെ തന്നെ ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ് ആണ്. വേദാന്ത ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ സിങ്കൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേദാന്തയുടെ റീസ്ട്രക്ചറിങ് വരികയാണ്. ഇപ്പോഴത്തെ ന്യൂസ് ഫ്ലോ വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ ഈ രണ്ട് സ്റ്റോക്കുകൾ മുന്നേറാം. ഒപ്പം റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, BEML, ഹിൻഡാൽകോ, RK ഫോർജിങ്സ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ റെയിൽവേ റിലേറ്റഡ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസിലും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളൊക്കെയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ആസ്റ്റർ DM. 118 രൂപ ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. April 23 റെക്കോർഡ് ഡേറ്റ്. അപ്പോൾ ഡിവിഡൻഡ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് ഏറ്റവും കൂടുതൽ എമൗണ്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കമ്പനിയാണ്. ഇവരുടെ ഇന്ത്യയിലത്തെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ നോക്കുമ്പോൾ ഡിവിഡൻഡിന് ശേഷവും ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല ഡിവിഡൻഡ് 112 രൂപ പെർ ഷെയർ ഈ മാസം തന്നെ കിട്ടും. TDS പിടിച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഡിവിഡൻഡ് കിട്ടാൻ പോകുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. ഇനി നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഇനി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സെറ്റിൽമെൻ്റ് ആവുന്ന ന്യൂസുകളൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾക്ക് ഒരു പക്ഷേ പോസിറ്റീവ് റിയാക്ഷനിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. 97 തേജസ് ഫൈറ്ററുകൾക്കാണ് ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് ഓർഡർ കിട്ടിയിരിക്കുന്നത്. 65,000 കോടി രൂപയാണ് ഓർഡർ സൈസ്. ഹയസ്റ്റ് എവർ ഓർഡർ ബാഗിംഗ് ന്യൂസാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ച്.
ഇനിയും 400 ഫൈറ്ററും കൂടി അടുത്ത വേർഷൻസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു ഹ്യൂജ് ഓർഡറാണ് ഇനി ഇൻഫ്ലോ വരാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഫെയർ വാല്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ കറണ്ട് ലെവലിൽ നിന്ന് ഒരു പക്ഷേ 100% റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഡിഫൻസ് കമ്പനിയാണ്. അപ്പം ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ എക്സ്പോർട്ടും കൂടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെയർ വാല്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. എന്നിരുന്നാലും വീണ്ടും ഇൻവെസ്റ്റേഴ്സിനോട് സജസ്റ്റ് ചെയ്യാണ് മാർക്കറ്റ് താഴെ വരുമ്പോൾ മാർക്കറ്റ് റിയാക്ഷനിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യാവുന്ന ഒരു ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അപ്പം ഇതിന് അനുബന്ധമായിട്ട് ഭാരത് ഇലക്ട്രോണിക്സ്, ഡാറ്റ പാറ്റേൺസ്, നൈബ് ലിമിറ്റഡ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഷിപ്പ് മാനുഫാക്ചറിംഗ് രംഗം നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും പുതിയ ഷിപ്പുകൾക്കൊക്കെ ഓർഡറുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഷിപ്പ് കമ്പനിയുണ്ട്, PSU കമ്പനിയുണ്ട്, നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ്. ധാരാളം ഓവർസീസ് ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അമേരിക്കൻ ഡിഫൻസിൻ്റെ റിപ്പയറിംഗ് ഓർഡർ കിട്ടിയിട്ടുണ്ട്, അലയൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കൊച്ചിൻ ഷിപ്പ് യാർഡിന് പോസിറ്റീവാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് കിട്ടാവുന്ന ന്യൂസുകളാണ് ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്ത സ്ട്രോങ് പിക്കായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് സ്റ്റോക്കാണ് അഡാനി പവർ. അഡാനി പവർ കറണ്ട് ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. നമ്മൾ തന്നെ ടാർഗറ്റ് കൊടുത്തിരുന്നത് 1000 രൂപ പെർ ഷെയർ ആണ് 1 to 2 ഇയറിനുള്ളിൽ. ആ ടൈം ഫ്രെയിമിന് മുമ്പ് തന്നെ അഡാനി പവർ ടാർഗറ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ന്യൂസ് ഫ്ലോ വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒപ്പം നമ്മൾ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അണ്ടർ പ്രൈസറും കൂടിയാണ്, കമ്പാരിറ്റീവ്ലി അണ്ടർ പ്രൈസറാണ് അഡാനി പവർ. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വെക്കാനായിട്ട് മാർക്കറ്റ് റിയാക്ഷനിലും വാങ്ങി വെക്കാവുന്ന, അക്യുമുലേറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അഡാനി പവർ. ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്, സ്റ്റോക്ക് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ. നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള റിലയൻസ് ഇൻഫ്ര വലിയ രീതിയിൽ 30% താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്, പക്ഷേ പൊതുവെയുള്ള വിലയിരുത്തൽ സുപ്രീം കോടതിയുടെ ഈ വിധി വൺ സൈഡഡ് ആണ്. ഇതൊരു പക്ഷേ PPP, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനുള്ള ഇൻഫ്രാ പ്രൊജക്റ്റുകളെയൊക്കെ ബാധിക്കുന്നതാണ് പറയുന്നത്. ഒപ്പം ഇത് വൺ സൈഡഡ് ആയിപ്പോയി എന്നുള്ള പല ചിന്തകളും മാർക്കറ്റിലൊക്കെയുണ്ട്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി റിലയൻസ് ഇൻഫ്രയിൽ പ്രകടമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ലോങ് ടൈമിൽ ഇപ്പോഴും നമ്മുടെ വ്യൂ ബുള്ളിഷ് തന്നെയാണ് റിലയൻസ് ഇൻഫ്രയിൽ. അതുപോലെ തന്നെ റിലയൻസ് പവറും, ഈ രണ്ട് കമ്പനികൾ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയി വന്നതായിരുന്നു റിലയൻസ് ഇൻഫ്രയും. ഇനി ഈ വിധിയുടെ ഭാഗമായിട്ട് റിലയൻസ് ഇൻഫ്രയുടെ സബ്സിഡിയറിയാണ് ഈ റീഫണ്ട് നടത്തേണ്ട 1000 കോടി രൂപ റീഫണ്ട് നടത്തേണ്ടത്. റിലയൻസ് പവർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. അപ്പോൾ വേറെ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും വരാനില്ല. അപ്പോൾ ഫർദർ ഈ സ്റ്റോക്കുകളിലൊരു നെഗറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ആ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വാങ്ങി വയ്ക്കാവുന്ന സ്റ്റോക്കുകളൊക്കെ ഞാൻ ഓൾറെഡി സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യാണ്, കഴിഞ്ഞ 1-2 മാസമായിട്ടുള്ള പോഡ്കാസ്റ്റുകളിലും അതുപോലെ തന്നെ ഡെയിലി പോഡ്കാസ്റ്റിലൊക്കെ നമ്മൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സജസ്റ്റ് ചെയ്യുന്നതാണ് അറ്റ് എവരി റൈസ് കുറേയൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പൊസിഷൻസിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനായിട്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും വീണ്ടും സജസ്റ്റ് ചെയ്യാണ്, മാർക്കറ്റ് പീക്കിലേക്ക് വരുമ്പോൾ എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന നല്ലൊരു ഡിസിഷനായിരിക്കും. അത്തരത്തിലുള്ള ഡിസിഷൻ എടുത്ത് മുന്നേറുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഇൻവെസ്റ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുക. മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റബിലിറ്റി വരുന്ന സമയത്ത് കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക.
നമ്മൾ ഒരു നെഗറ്റീവ് സിനാരിയോ ഒരു വലിയൊരു സെൽ ഓഫിലൊക്കെ നിഫ്റ്റിയുടെ ലെവലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 21,800 കറണ്ട് ലെവലിൽ നിന്നൊക്കെ 21,800 22,000 ലെവലിലേക്കൊക്കെ താഴെ വന്നേക്കാം. ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വഷളായി ഇൻ്റർനാഷണൽ വൊളാറ്റിലിറ്റി ഇമ്പാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിലേക്കൊക്കെ വരാം. ഒപ്പം പൊളിറ്റിക്കലി വരുന്ന ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒന്നും അത്ര പോസിറ്റീവ് അല്ല മാർക്കറ്റിനെ സംബന്ധിച്ച്. അതിൻ്റെ നെഗറ്റീവ് റിയാക്ഷനും വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.